അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഫൈസി അമ്മി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചങ്കുകളെ ഇന്ന് ഇൻട്രൊഡക്ഷനായിട്ട് വന്നിരിക്കുന്നത് ഞാനാണ്. അപ്പം എന്തുമായിരിക്കും ഇക്ക ഇല്ലാതെ ഞാൻ എപ്പോൾ വന്നാലും അതൊരു കൊച്ചു പണി കൊടുക്കാനായിരിക്കും അല്ലേ. അപ്പോൾ ഇക്കാക്ക് ഒരു കൊച്ചു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രാങ്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രാങ്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്താ ഈ സ്വിച്ചാണ് കേട്ടോ. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഞങ്ങൾ എസിയുടെ സ്വിച്ച് ഞാൻ ഇട്ടപ്പോഴത്തേക്ക് അതങ്ങ് ഇളകി വീണു. അപ്പം ഹോൾഡറിൽ സ്വിച്ച് ബോർഡിൽ തയ്യൊരു ഹോൾഡർ മാത്രമായിരുന്നു കേട്ടോ ഇരുന്ന്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് പ്രാങ്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനകത്തുണ്ടെങ്കിൽ കൈയിടുമ്പോഴത്തേക്ക് എർത്തടിച്ച് വീഴാം. അപ്പോൾ ഇക്കെന്തായാലും പേടിക്കും, അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ 2 ദിവസമായുള്ളൂ ആൾ വന്ന് റെഡിയാക്കി. അപ്പം റെഡിയാക്കിയ സ്വിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പം റെഡിയാക്കിയോണ്ട് പിന്നെയും വിചാരിച്ചാൽ റെഡിയാക്കിയ സ്വിച്ചിൽ നിന്ന് എർത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എന്നാലും ഇക്ക പെട്ടെന്ന് ഇതൊരു പ്രാങ്കാന്ന് ചിന്തിക്കത്തില്ല. ഇക്ക എന്തായാലും ഒന്നാമത് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തില്ല. ഇക്ക എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ്. അപ്പം എന്തായാലും പേടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്തു നോക്കാം. അപ്പോൾ ഇക്കാക്ക് ഇത് സക്സസ് ആയി ഇക്കാക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പണിയായിരിക്കും. എന്നിട്ട് എനിക്കൊരു പേടിയുണ്ട്. ഇക്കഴിഞ്ഞ് ആപ്പാട് വിഷമിച്ച് എന്താവുമെന്ന് അറിയത്തില്ല. അപ്പം അത് മാത്രമല്ല, ഏറ്റവും വലിയൊരു പേടി എനിക്ക് ചിരി വരുമെന്നാട്ടോ. അപ്പം എന്തായാലും നോക്കാം. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. കാര്യം 5 ദിവസമായിട്ട് എനിക്ക് ക്യാമറ സെറ്റ് ചെയ്യാനെല്ലാം ഞാൻ ഒത്തിരി ദിവസം കൂടെ നോക്കും, എവിടെ ക്യാമറ സെറ്റ് ചെയ്താൽ റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ ഒരു സ്ഥലം, ഒരു സേഫ് പ്ലേസ് ഞാൻ കണ്ടുപിടിച്ച്, അതായത് നമ്മൾ തുണി ഇടുന്ന സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സ്റ്റാൻഡിലെ മാക്സിമം തുണി വാരി അലമ്പാക്കി ഇട്ട്, അപ്പം സാധാരണ ഞാൻ നല്ല മടക്കി ഒതുക്കിയൊക്കെ ഇടുന്നത്. അപ്പോൾ തുണി ഞാനെല്ലാം വാരി ഇട്ടിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ട്രൈപോഡ് സ്റ്റാൻഡ് വെച്ചിട്ട് ഫോൺ അതിൽ ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് ക്യാമറയുടെ ഭാഗം ഇതാക്കിയിട്ട് ബാക്കി തുണിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണുക. അപ്പം ഞാൻ ചെയ്ത ഈ പ്രാങ്കിന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എല്ലാം കമൻസ് ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയിലോട്ട് പോവുക. പിക്ക താഴെ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇക്ക വരുന്നതിനകം വെച്ചിട്ട് വേണം എനിക്കിതെല്ലാം സെറ്റ് ചെയ്യാൻ. അപ്പോൾ 5 ദിവസത്തെയും ഞാൻ താഴെ ഏൽപ്പിച്ചിട്ടാണ് ഒന്ന് മുകളിലോട്ട് വന്നത്. അപ്പോൾ അവനെയും പോയി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഉറക്കണേക്കാ വരുമ്പോഴത്തേക്ക് അവനെ ഉറക്കി കിടത്തണം. അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പം എന്താ 2 ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആട്ടോ, സ്വിച്ച് ഇല്ലാതിരുന്നു. അപ്പം വെച്ചാൽ ഇളകിപ്പോയ ടൈമിൽ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആയത്. അപ്പോൾ ഇതാണ് കേട്ടോ പുതിയതായിട്ട് ഫിറ്റ് ചെയ്ത AC-യുടെ സ്വിച്ച് ഇതാണ്. അപ്പം എന്താ ഈ സ്വിച്ച് ബോർഡായിട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഹോൾഡർ, സ്വിച്ച് ഇളകി ഈ ഒരു ഹോൾഡറായിട്ട് കിടന്ന ഇവിടെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പുതിയ സ്വിച്ച് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്നാണ് അത് ഇളകി വേണം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി പാടുപെട്ടാ ക്യാമറ സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇക്ക വരാൻ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്ക TV കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ താഴെ. അപ്പോൾ ഇക്ക ഏകദേശം വരാൻ ടൈമായ സമയം നോക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ ക്യാമറ ഓൺ ചെയ്തത്. ഒത്തിരി മുമ്പേ ഓൺ ചെയ്ത് വെച്ചാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ തുണി വയ്ക്കുന്ന സ്റ്റാൻഡിൻ്റെ ബാക്കിൽ അതൊക്കെ എല്ലാവർക്കും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മാക്സിമം തുണിയെല്ലാം ഞാൻ വലിച്ചു വാരി സ്റ്റാൻഡ് ഇട്ടിട്ടാണ് ക്യാമറ അതിൻ്റെ ഇടയിൽ ഞാൻ കഷ്ടപ്പെട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്ക കണ്ടുപിടിച്ചാൽ തീർന്ന് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ ചിരിച്ചു പോകുമെന്നൊക്കെ പേടിയുണ്ട്. എന്തായാലും ഈ മൈക്ക് കൂടെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഞാൻ എന്തായാലും മോൻ ഉറങ്ങി, 5 ദിവസം ഉറങ്ങി, 5 ദിവസത്തിൻ്റെ അടുത്തോട്ട് പോയിരിക്കുക. ഓക്കെ, ക്യാമറ മൈക്ക് ഞാൻ എന്താ ഇവിടെ വെക്കുക. A few moments later. ചിലത് കൂടിയുള്ളതുണ്ട്, ചിലത് നല്ലതുണ്ട്. എല്ലാം കൂടി നല്ല മാങ്ങ എടുത്ത് കഴിക്കില്ല. എനിക്ക് കൂടിയുള്ളത് തരുന്നു. മോനസ് കരച്ചിലുണ്ടായിരുന്നു. ചില മാങ്ങയ്ക്ക് നല്ല കയ്പുണ്ട്. നേരത്തെ വാങ്ങിയായിരുന്നു.
അടിച്ചപ്പം എന്റെ പോളീസ് കൂടെ അല്ലേ കൊള്ളാല്ലേ രസമുണ്ട് എന്തോ ആടുവെട്ടാണ് ഞാൻ ഉറപ്പിക്കും. തൊട്ടി കിടന്നായിരുന്നു രണ്ട് കട തൊട്ടി കിടത്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് തൊട്ടില്ല. അങ്ങനെ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ, കുഴപ്പമില്ല. ഞാൻ കുറച്ചു നേരം ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു. പിന്നെ 2 പബ്ജി കളിച്ചു. ഞാൻ മോട്ടില്ല ഫോട്ടോ എടുത്തല്ലോ ഇൻസ്റ്റാഗ്രാം. മുട്ടയടിച്ച് രാവിലെ എടുത്തത് നല്ല ഫോട്ടോ. ഇപ്പൊ ഒത്തിരി ഫോട്ടോ എടുത്തിട്ട് ഇനി കുഞ്ഞിന്റെ ഫോട്ടോ കുഞ്ഞിനെ കണ്ണു വയ്ക്കില്ലേ. ബാക്കി മാങ്ങയുടെ അടുത്തും കഴിക്കുന്ന തീർക്കല്ലേ. ഭയങ്കര ചൂടില്ലേ, ഭയങ്കര ചൂടാണ്. നടപ്പുണ്ടല്ലോ. കിടന്നുറങ്ങാതിരിക്കുന്നില്ല. പൊന്നി വെള്ളം എടുത്തായിരുന്ന ഈ വെള്ളം എടുത്തായിരുന്ന എന്താ പറ്റിയെന്ന് പറ. എന്താ പറ്റി? എന്തുവാടി? എങ്ങനെ ഷോക്കടിച്ച്? നല്ലോണം അടിച്ച എന്ത് കുഴപ്പമില്ല ഉണ്ടായിരുന്നെങ്കിലും നല്ലോണം അടിച്ച. നല്ലോണം എന്തടിച്ച? എണീക്കെങ്കി വാ. എന്ത് തലകറക്കം അങ്ങനെ ഉണ്ടാ? എന്ത് വെള്ളം വല്ലതും വേണം? എനിക്ക് വെള്ളം കുടിക്കെങ്കിൽ വെള്ളം കുടിക്ക്. കേട്ടോ. കുഴപ്പമുണ്ടാകുന്നെങ്കിലും നല്ലോണം അടിച്ച. പക്ഷെ പറഞ്ഞല്ല, അത് ചീത്ത ഇരിക്കുകയായിരുന്നല്ലോ. നന്നേ വാ എനിക്ക്. എന്റെ പൊന്നെ എന്തിനാ അത് പിന്നെ പിടിച്ചത്? ചീത്ത ഇരിക്കുമല്ലായിരുന്ന. നോക്കട്ടെ, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ ഇപ്പം? എന്തുവാടി തലവേദന ഉണ്ടായി? എണീറ്റിരിക്കും. വാ എണീറ്റിരിക്കും. വാ അമ്മ വിളിക്കട്ടെ. എങ്ങനെയുണ്ട്? ആമി ഉമ്മ വിളിക്കട്ടെ. നല്ല പെരുക്കാണ്. ഉമ്മനെ വിളിക്കാൻ ഓക്കത്തരം കാണിക്കല്ലേ കേട്ടോ. പാതിരാത്രി പാതിരാത്രി കൊച്ചു കിടക്കുന്നു. എന്റെ വായന നല്ല ചീത്ത കേൾക്കുന്നു കേട്ടോ. ഞാൻ കൂടുന്നു കേട്ടോ. പ്രാങ്ക് എന്ന് പറഞ്ഞ പാതിരാത്രി ഞാനടി പ്രാങ്ക് ചെയ്യുന്നേ. കൂടല്ല, ഞാൻ വായിൽ ക്യാമറ എടുത്ത് അവിടെ വെച്ചേക്കുന്നു. ഷോക്ക് അടിച്ചെന്ന് തോന്നുന്നു. ഇങ്ങനെ ഷോക്ക് അടിക്കുന്നു. നിനക്ക് പ്രാന്താണോ? ഈ 10-11 മണി ആയപ്പോഴാണ് നിനക്ക് പ്രാങ്ക് ചെയ്യാൻ തോന്നിയത്. താഴെ ആൾക്കാരൊക്കെ കേട്ട് കാണത്തില്ലേ? ചവിട്ട് വെച്ച് തരും കേട്ടാ. ഞാൻ പൊടിച്ചിറക്കി അണിയത്തില്ലേ? കുഞ്ഞണിയത്തില്ലേ? എണീറ്റില്ലല്ലോ.
പാതിരാത്രിയാണ് അവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ആമി. പ്രാങ്ക് 11 മണിക്ക്, പാതിരാത്രി 11 മണിക്കാണ് നിന്റെ പ്രാങ്ക്. മാറി പോവാമി, എന്ത് ചുമ്മാ മാറി മതി. ഞാനാ ഇങ്ങനെ കാണിച്ചെങ്കിലും പേടിച്ചേനെ. ഇനി ഇവിടെ കൊണ്ട് ബഹളം വെച്ച ആളെ കൂട്ടിയാനല്ലേ. എന്തൊരു പണിയാ കാണിക്കുന്നത് പാതിരാത്രി? ഷോക്ക് അടിക്കുന്നൊക്കെയാണോ തമാശയായിട്ട് എടുക്കുന്നത്? ഏതായാലും കടി വേണം, ഇതൊക്കെ മാറ്റിപ്പോ. ഒന്നും വരുന്നില്ല. ചിറക്കാണ് ഈ മണച്ചു വെച്ചിട്ട് വരുന്നില്ല. പാതിരാത്രിയാണ് പ്രാങ്ക് കളിക്കുന്നത്. സമയം നേരമൊക്കെ എന്തെങ്കിലും ചെയ്യും. എന്തായാലും ഞാൻ ക്യാമറ എടുത്തോണ്ട് വരാം. ഓയ്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കോയ്, എന്തിനാ അക്കാ പിണങ്ങുന്ന? എന്തൊക്കെ നമ്മൾ എപ്പോഴും പറയുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്ക് ചെയ്യാൻ കുഴപ്പമില്ല എന്നൊക്കെ. പിന്നെന്താ അതിനല്ലേ അക്കാ പ്രാങ്ക് എന്ന് പറയുന്നത്? പേടിക്കാൻ വേണ്ടിയിട്ടല്ലേ കാണിച്ചു. എന്തൊക്കെ അങ്ങോട്ട് പിണങ്ങാതെ വാ, ഇനി വാ. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ പ്രാങ്കാന്ന്. വിഷമായ എന്തോ ആയതും എണീക്കുന്നു, ഒന്ന് തട്ടിക്കൊടു. ഇക്ക താഴെ ഇരുന്നിട്ട് മുകളിൽ കയറി വരുന്ന ടൈം എനിക്ക് കറക്റ്റ് ഈ ഒരു സമയത്ത് അറിയാവുന്നുണ്ടോ? വാ വാ വാ, നമുക്ക് ഒരുമിച്ച് വരും, നമുക്ക് സെൽഫി ആയിട്ട് സംസാരിക്കാം. വാ ഇക്കഞ്ഞ് വാ, അവിടെ ഇരിക്കാതെ ഇഞ്ഞ് വാ, അവൻ ഉറങ്ങട്ട്. വാ. അപ്പം പ്രാങ്കൊക്കെ എടുത്ത് കാപ്പാട് ഇതായിട്ടിരിക്കാം. എന്തായാലും ഇക്കാടെ അടുത്തോട്ട് പോയിട്ട് ഞാൻ ചോദിക്കാം. ഇക്കാ പിണക്കത്തിലാണോ? ഇത് പ്രാങ്ക് അല്ലേ? കവിനെന്താ പ്രാങ്ക്? പ്രാങ്ക് തന്നെ പറ. എന്ത് പറ? എന്ത്? ഒന്നുമില്ല, പറ എന്താ. എന്നിട്ട് പറയാമി. പ്രാങ്ക് സക്സസ് ആയില്ലേ, പിന്നെന്താണ് സന്തോഷമായിട്ട്? പാതിരാത്രി 11 കാലമായി. ഇപ്പം പൊടി കുഞ്ഞിപ്പോൾ എണീറ്റായിരുന്നു, ഞാൻ പിന്നെ ഉറങ്ങത്തില്ലായിരുന്നു. എണീറ്റില്ലല്ലോ പ്രാങ്കൊക്കെ ഓക്കെ, അതൊക്കെ ആയിട്ട്. പക്ഷെ നിനക്ക് സമയവും കാലവും ഒക്കെയാണ്. നിനക്ക് രാവിലെ മുതൽ സന്ധ്യ വരെ സമയം ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴെങ്കിലും നിനക്ക് പ്രാങ്ക് ചെയ്യാം. എനിക്കറിയാലോ, ഞാൻ അവനുമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടത്തില്ല. എനിക്കിപ്പം മാത്രമല്ല ഇക്ക റൂമിൽ വരുന്ന ഇതാകുമ്പോൾ കറക്റ്റ്. ഇങ്ങനത്തെ പ്രാങ്ക് നിനക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിന്റെ ചിവിട്ടം പണി ഞാൻ തിരിച്ച് തന്നിരിക്കുവാണ്. നീ പേടിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു പ്രാങ്കും ചെയ്യാത്തത്. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെലിവറി സമയത്തായതുകൊണ്ടായിരിക്കും അമിതായ പ്രാങ്ക് കൊടുക്കല്ലേ ഇങ്ങനെയൊന്നും. അമിതാന്ന് ഏതൊരു പ്രാങ്ക് കരഞ്ഞതിന് എന്നെ ഇട്ട് കുടഞ്ഞവരാ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ഫാമിലിയിൽ. അപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രാങ്ക് എന്നാൽ പിന്നെ എന്നെ തീർക്കുക. അതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രാങ്ക് എനിക്ക് തരാറുണ്ടാത്തോണ്ടല്ലോ. പിന്നെ നീ ഫീൽ ചെയ്യാതെ ഇച്ചിരി നീങ്ങിയിരി, എനിക്ക് സ്ഥലമില്ല ഇരിക്കാൻ. എന്നെ തള്ളി തറയുന്നത് നീ കാണിച്ചതെന്ന് വെച്ചാൽ ഇത് ഞാൻ ശരിക്കും പേടിച്ചു പോയെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഓർമ്മയില്ലല്ലോ പ്രാങ്കിൻ്റെ. അപ്പം ഞാനൊരു റിയലായിട്ട് അത് വിചാരിച്ച് എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ കയറി വന്ന് പെട്ടെന്ന്. ഞാനാകെ വരണ്ടു, ഈ ഒരു സമയത്തും കൂടി ആയതുകൊണ്ട് ഞാൻ വരണ്ടുപോയി. അത് എനിക്ക് വേറൊരു ഐഡിയയും തോന്നിയില്ലേ പെട്ടെന്ന്. സംഭവം AC-യുടെ സ്വിച്ചുകളൊക്കെ കിടന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ. നിനക്ക്
ഒരു സമയം ഉണ്ടാകും ഈ പ്രാങ്ക് ചെയ്യുന്നതിനൊക്കെ. പാതിരാത്രിയായിട്ട് പ്രാങ്ക് ചെയ്ത് മനുഷ്യനെ ടെൻഷനാക്കുന്നത്. ഞാൻ എന്തൊക്കെ മനസ്സിൽ വന്നെന്നറിയാം ഒരു സമയത്ത്. എന്താ വന്ന ഞാൻ വിളിക്കാൻ പോയതാ താഴെ എല്ലാവരും കൂടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പ്രാങ്കാന്ന്, ഒത്തിരി നേരമൊന്നും ഞാൻ കൊണ്ടുപോയില്ലല്ലേ. ശരി, ഓക്കെ, പ്രാങ്ക് സക്സസ് ആയി, സന്തോഷമായിട്ട്. എനിക്കൊരു വിഷമമില്ല. എന്നെ ഞാൻ ഇതിന്റെ അപ്പുറത്ത് തരുമ്പം പിന്നെ കിടന്ന് കരയരുത്, അത്ര എനിക്ക് പറയാം. നീ താങ്ങത്തില്ല, അപ്പൊ ഞാൻ താങ്ങുമായിരുന്നു. സ്റ്റോറിയൊന്നും വേണ്ട. പാതിരാത്രി പ്രാങ്ക് വന്നിട്ട് സ്റ്റോറി പറയാൻ വരുന്ന ആളെ കണ്ടില്ല. ഇത് കൂട്ടോ ഉറങ്ങിയാട്ടോ. പറഞ്ഞു എന്താ? പ്രാങ്ക് ഒക്കെ സക്സസ് ആയി കേട്ടാ. പ്രാങ്ക് സക്സസ് ആയി. ഇപ്പൊ എല്ലാ ചാൻസിനും ഇഷ്ടപ്പെട്ടാണല്ലോ പ്രാങ്ക്. ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഞാൻ വരണ്ടു പോയി, ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ വരണ്ടു പോയെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് എന്താ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഓടി വന്നു. എന്താ പറ്റി എന്താന്നൊന്നും അറിയുന്നില്ലല്ലോ. പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ പേടിച്ച് വീഴുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം എന്താന്ന്. എനിക്കൊന്നും കത്തിയില്ല, പെട്ടെന്ന് ഷോക്ക് അടിച്ചാന്നൊന്നും എനിക്ക് കത്തില്ല. എനിക്ക് എന്താ പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ കുഴഞ്ഞ് വീഴുന്നതൊക്കെ തോന്നിയപ്പോൾ ഷോക്ക് അടിച്ചാന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എന്തോ ഇവിടെ ഇങ്ങനെ ഞെട്ടി വീഴുന്നതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് വരണ്ടു പോയി. എന്നിട്ട് പെട്ടെന്ന് നിർത്തിയത്. എന്നിട്ട് നിർത്തിയില്ല, എന്താ തല കറങ്ങുന്നു, തല പെരുക്കുന്നു, എന്തൊക്കെ പറഞ്ഞ പഞ്ച്. സോറി ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മുടെ കൊച്ചിന്റെ പ്രാങ്ക് ഒക്കെ സക്സസ് ആയിട്ടോ. കുറെ കഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടാ. ഇത് കൂട്ടനായിട്ട് ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് സന്ധ്യ പോലെ കണ്ട പരിപാടിയായിരുന്നു തോന്നുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് എടുക്കാമെന്ന് പറഞ്ഞ് നോക്കും, പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ നേരത്തെ ഇപ്പോൾ കാണിച്ചില്ലേ, AC സ്വിച്ച് ഇളകിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ. പക്ഷെ ആ ഇളകി കിടന്ന ടൈമിലാണ് ഇതിലും ഏറ്റേനേട്ടാ. അത് ശരിയാ. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കാതെ പ്രാങ്ക് എന്ന് പറഞ്ഞ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോവില്ല കേട്ടാ. ഇല്ല, അപ്പൊ 2 ദിവസം ആയതേ ഉള്ളൂ വന്ന് സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ട്. പ്രാങ്ക് എന്നും പറഞ്ഞ് ചെന്നായിരുന്നു പണി പാളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അതീ ചെയ്യാന്നായിരുന്നു വിചാരിച്ച. അതിനകത്തോട്ട് ഇങ്ങനെ അതിനകത്തോട്ട് ഇങ്ങനെ ചാർജർ കുത്താൻ പോകുമ്പോഴത്തേക്ക് പ്രാങ്ക് എന്നും പറഞ്ഞ് ലാസ്റ്റ് എന്തെങ്കിലും പണി അടിച്ചു വെക്കും കേട്ടാ. ഞാൻ അങ്ങനെ ആട്ടാ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒറിജിനൽ സീരിയസ് ആയിട്ട് വരുമ്പോ ഞാൻ വിചാരിക്കും പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് ചിരിക്കില്ല. ലാസ്റ്റ് പണി കിട്ടാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനൊക്കെ പ്രാങ്ക് കൊടുക്കുന്ന ഒത്തിരി നാളുകൊണ്ട് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ ചെയ്തേട്ടാ. ഇതിനുള്ള ജിമിട്ടം പണിയാൻ കൊടുക്കും. എന്തായാലും ഒന്ന് ടെൻഷൻ അടിക്കുന്ന പോലും ചെയ്താൽ ഞാൻ ഇതായി പോകും. അതുകൊണ്ടൊന്നും ചെയ്യരുത്, എനിക്ക് പേടിയാ. എന്റെ മനസ്സിൽ ഒരുപാട് പ്രാങ്കുകൾ ഉണ്ടായിരുന്നു. ഒക്കെ ഇതിന് നല്ലൊരു പണി എനിക്ക് തരുമെന്ന് പറഞ്ഞ് ഞാൻ താങ്ങാത്ത പണി എന്തായാലും ഞാൻ താങ്ങത്തില്ല കേട്ടേക്കാം. ഇതിന് കൊടുക്കുന്നുണ്ട്, കിടിലം പണി തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആള് പേടിക്കും, വിഷമിക്കും, കരയും എന്നൊക്കെ വിചാരിച്ചാൽ പേടിക്കുന്ന വെച്ചാൽ ഇവളെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. പ്രാങ്കൊക്കെ കൊടുത്ത് ചിലപ്പോൾ അത് തല ഇറങ്ങിയൊക്കെ വീഴും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. ഞാൻ കാണുന്നുണ്ട് ഓരോ പ്രാങ്കൊക്കെ, നമ്മളെ ബഷീർ ബാഷി അവരൊക്കെ ചെയ്യുന്ന പ്രാങ്കൊക്കെ അത് കണക്കൊക്കെ കൊടുത്താൽ ഇവള് ബോധം കെട്ട് വീഴും. എന്ന് വെച്ചാൽ ഒരു ബാത്റൂമിലൊക്കെ അതിൽ ബ്ലഡൊക്കെ തല പൊട്ടിയൊക്കെ വീഴുന്ന നടക്കുന്ന പ്രാങ്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലത്തെ പ്രാങ്കൊക്കെ തരാൻ എനിക്കറിയാം. പക്ഷെ നീ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ പ്രാങ്ക് ഒന്നും ചെയ്യാത്തത്. തല ഇറങ്ങി വീഴും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും നോക്കട്ടെ. ചെറിയൊരു ഷോക്കല്ലേ? ചെറിയൊരു ഷോക്ക്. ഇത് ചെറിയ ഷോക്കൊന്നും അല്ല കേട്ടാ. എന്റെ മനസ്സിൽ എന്തൊക്കെ ഓടി വന്നറിയാം പെട്ടെന്ന് ഈ ഒരു സമയത്ത്. അപ്പൊ എന്തായാലും പ്രാങ്ക് ഒക്കെ സക്സസ് ആയി ആളുടെ. ഇപ്പൊ എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം. പറഞ്ഞു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തുവാ ലൈക്ക് ചെയ്യുക. അപ്പം ഞങ്ങൾ 100K യാത്ര എത്രയും പെട്ടെന്നാക്കി തരിക. അപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഒക്കെ തന്നെ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ. അതാ നേരെ ഇപ്പം എത്ര മണിയായി? തരാം, ഇത് ക്ലോസ് ചെയ്യില്ല, ബാക്കി ഇതിനേക്കുള്ള തരാം. അപ്പം എന്തായാലും ശരി. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.